ഇവനെ കണ്ടോ? ഇവന്റെ പേരാണ് മുഹമ്മദ് സനൂഫ്. പഹൽഗാം ഭീകരാക്രമണം നടന്നു എന്ന ഏഷ്യനെറ്റ് വാർത്തയുടെ താഴെ ഇവനിട്ട ഒരു കൊണയടിക്കുന്ന കമന്റ് ആണിത്. നോക്കി നോക്ക്. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു രാജ്യസ്നേഹിക്കും സഹിക്കാൻ സാധിക്കുന്നതല്ല ഈ ജിഹാദി ഭീകരന്റെ നാവിൽ നിന്നും വന്നത്. ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ച് നോക്കണം. ഇവന്റെ ഒരു ആശയം എന്താണെന്ന് കണ്ടോ? ഈ കൊടും ഭീകരന്റെ വാക്കുകളാണിത്. പാകിസ്ഥാന്റെ ഓഹരി വിപണി തകർന്നടിഞ്ഞ വാർത്ത നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ആരുടെയും തകർച്ച ആഗ്രഹിക്കാത്ത ഈ ഇന്ത്യ മഹാരാജ്യം ഒരുപക്ഷെ ഇന്ന് നിരപരാധികളായ നമ്മുടെ 29 സഹോദരങ്ങളുടെ ജീവനെടുത്ത ഈ ഭീകരർ ഇല്ലാതാകട്ടെ, തകർന്നടിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ലൈവ് ചാറ്റിൽ വന്ന് ഇന്ത്യ വിരുദ്ധതകൾ പറയുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം. അവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ NIA-ക്ക് കൈമാറിക്കോളാം കേട്ടോ. അവരുടെ ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ആ CM-നെ ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. കാരണം ഇപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണല്ലോ, മതവിമർശനമല്ലല്ലോ നടത്തുന്നത്. എന്നിട്ടും അതിന്റെ താഴെ വന്ന് കൊരയ്ക്കുന്ന ആളുകൾ ഏത് വിഭാഗക്കാരാണ് എന്നറിയാൻ പ്രത്യേകിച്ച് നമുക്ക് എങ്ങും പോകണ്ട. ഓരോ രാജ്യവിരുദ്ധരെയും പൊക്കിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് ഈ രാജ്യം. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ അകത്താണ് ശത്രുക്കൾ, പുറത്തല്ല. പുറത്തുള്ളവരുടെ വിഷത്തേക്കാൾ ഏറെ ഇതിനകത്തുള്ളവർക്കാണ് വിഷം കൂടുതൽ എന്ന് ശരിക്കും മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അകത്തുള്ള ശത്രുക്കളെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് NIA ഒരുപാട് സൈറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരം രാജ്യവിരുദ്ധരെ പിടികൂടുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, പാകിസ്ഥാൻ ഭീകരരുടെ പൊന്നോമന കുട്ടനായിട്ടുള്ള അനുജൻ സനോഫർ ഇപ്പോൾ തീഹാർ ജയിലിൽ കിടന്ന് തിളയ്ക്കുവാണ്. തിളയ്ക്കുന്ന രക്തവുമായി തീഹാർ ജയിലിനകത്തു കൊണ്ടിട്ടപ്പോൾ അവിടെ കിടന്ന് കരയുക. എന്തിന്? പോരാളിയല്ലേ, പോരാളിയല്ലേ, പാകിസ്ഥാനു വേണ്ടി കൊരച്ചുകൊണ്ടിരുന്ന പോരാളി. ആ പോരാളി ഇപ്പൊ കരയേണ്ട കാര്യം എന്താ? അപ്പോ ആ പുന്നാര അനുജന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് അറിയണ്ടേ? അറിയാം. ബഹുമാനപ്പെട്ട അനുജന് തിഹാർ ജയിലിൽ സുഖവാസം കിട്ടുന്നതിനു വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അത്രേ. കഴിഞ്ഞ ദിവസം മുതൽ ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ്. പോസ്റ്റിന് വന്നൊരു കമന്റ്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയ്ക്ക് കീഴിൽ ഒരുതൻ സനൂഫ് എന്ന് പറയുന്ന ഒരുതൻ കിട്ട പോസ്റ്റാണ്. ഇയാള് ഫേക്ക് ഐഡി ആണോ ഒറിജിനൽ ആണോ എന്നുള്ള ഒരു അന്വേഷണം ഒക്കെ പലരും നടത്തി നോക്കി. ഒറിജിനൽ തന്നെയാണെന്നാണ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത് നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപെടുത്തും, മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും, കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും, എന്റെ സഹോദരങ്ങൾ, അതായത് ഈ ഭീകരവാദികളാണ് ഇവ പറയുന്നത്. ഈ സനൂഫ് ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു. വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാളെ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിന്റെ ഒരു പോസ്റ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് പലരും ഇത് സത്യമാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ച് പോസ്റ്റുകളൊക്കെ ഇടുന്നു. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, ഇത്തരത്തിലുള്ള കമന്റ് ഒരു ഫേക്ക് ആണോ? ഇത് ഫേക്ക് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. അവന്റെ മുഖം തന്നെയാണ് മുഖചിത്രം.
അവനൊരു ബ്രദർ ഉണ്ട്, അയാൾ ദുബൈയിൽ എന്തോ ആണ് എന്ന് കേൾക്കുന്നു. ഇതുപോലെയുള്ള ആളുകളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഈ രാജ്യത്തിനു വേണ്ടി അറ്റ്ലീസ്റ്റ് നമ്മൾ അതെങ്കിലും ചെയ്യണം. പാകിസ്ഥാന്റെ പ്രിയപ്പെട്ട അനുജൻ ഇന്ന് തീഹാർ ജയിലിലാണ്. ഇനിയും തീഹാർ ജയിലിനകത്ത് പാകിസ്ഥാനികൾ ബോംബിടുമോ? കാരണം അവരെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ തഹാവൂർ ഹുസൈൻ റാണയുടെ പൊന്നോമന അനുജൻ ഇന്ന് തീഹാർ ജയിലിലായിട്ടുണ്ട്. ഇനി അബ്ദുൽ നാസർ മദനിയും കാണാൻ ധർണയിരിക്കുമോ എന്നറിയില്ല. ഈ അനുജന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ തയ്യാറായിട്ടാണോ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരിയ്ക്കുന്നത് എന്നും അറിയില്ല. അറിയാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിൽ ഉള്ള ഒരുതരം രോഗമാണ് ഇത്. കേരളത്തിലെ ചില ആളുകൾക്കുള്ള ഒരു രോഗമാണ് ഇത്. ഇത്തരത്തിൽ ഭീകരവാദികളെയും അതുപോലെ തന്നെ വിദേശ തീവ്രവാദികളെയും നമ്മൾ ഹമാസ് ഇസ്രായേൽ ചിത്രമൊക്കെ ഇത് കണ്ടതാണ്. ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുക. പലരും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നിയമപരമായി തന്നെ പലരും പരാതി നൽകിയിട്ടുണ്ട്. അതൊന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി നടപടികൾ എന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിന്റെ പോലീസിലല്ല കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റിപ്പോർട്ടുണ്ട്. അവിടെ കയറി അവിടെയാണ് ഇതിന്റെ ഈ പോസ്റ്റും ഇതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളും തർജ്ജമയും സഹിതം കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്ന് നമുക്കറിയില്ല. അതായത് കേരളത്തിലെ ചില ആളുകളുടെ ഒരു അസഹിഷ്ണുത, ഇത്രയും 27 ആളുകൾ ഇത്തരത്തിൽ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടിട്ട് ഇത്തരത്തിൽ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന നിരവധി പേരുണ്ട് കേരളത്തിൽ എന്നുള്ളത്. അതായത് പലപ്പോഴും ഈ ഭീകരന്മാരാൽ സ്വന്തം രാജ്യത്തുള്ള 29 പേർ വളരെ നീചമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് അതിനോട് സ്വാഗതമരുളിക്കൊണ്ട് ആ ഭീകരരെ, ആ തീവ്രവാദികളെ സ്വന്തം ജ്യേഷ്ഠ സഹോദരന്മാരായി നെഞ്ചിലേറ്റിയിരിക്കുന്ന ഈ സനൂഫിനെ പോലെയുള്ള ആളുകളെ തീഹാർ ജയിലിൽ പോലും വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു നേരത്തെ ഇന്ന് ഇവന്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഇന്ത്യക്കാർ ഇനിയും മരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് പറഞ്ഞതാണ് ഇവൻ. അതാണ് ആ വാർത്ത. ഇനി ഇതില് ആളുകൾക്ക് എന്താണ് അഭിപ്രായം എന്നുകൂടി നമ്മളൊന്ന് അറിയണമല്ലോ. പേട്ടിക്കകത്തായി വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും എന്ത് വൃത്തികേടും എന്ത് തെമ്മാടിത്തരവും പറയാമെന്ന് മനസ്സിൽ വെച്ചാൽ മതി. അധീന ഭാരതിക്ക് അഭിനന്ദനങ്ങൾ. അധീന ഭാരതി എഴുതുന്നു, അങ്ങനെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗദിയിൽ നിന്ന് അവൻ നാട്ടിലെത്തി. എത്തിയ വഴി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ അവന് വേണ്ടി വെളുപ്പിന് കാത്തിരുന്നത് ഇന്ത്യയുടെ നിയമപാലകരാണ്. ഒരു കൊല്ലം മുമ്പെയാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ സാറിന്റെ മകളുടെ ബൈറ്റിന് കീഴിൽ ഇവൻ ആ കമന്റ് ഇട്ടത്. ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് താഴെ. അന്ന് ഞാൻ നൽകിയ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ ആത്മാർത്ഥത കാണിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് ഇവൻ വന്നിറങ്ങിയപ്പോൾ തന്നെ അവനെ പിടികൂടിയ എയർപോർട്ട് പോലീസിന് 1000 അഭിവാദ്യങ്ങൾ. ഫൈനലി ഹി ഈസ് അറസ്റ്റഡ്. വളരെ സന്തോഷം. കാരണം ഇവന്റെ വാർത്ത എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയം അണ്ടർലൈൻ ചെയ്തത് ഞാനാ. അത്രമാത്രം വീഡിയോകളും പോസ്റ്റുകളും ഞാൻ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്, ഷോർട്സുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അറബി നാടുകളിൽ ഇരുന്ന് ഇന്ത്യക്കെതിരെ എന്ത് ഭീകരവാദ പ്രവർത്തനം നടത്തിയാലും തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് ഭാരതമാണ്. മതത്തിന്റെ പേരിൽ വിഭജിച്ചു കൊടുത്തതിന് ശേഷം മിച്ചമുള്ള ഭൂമിയിൽ സ്വസ്ഥമായി മതേതരത്വത്തോട് ഉറങ്ങുന്ന മാനവഭൂമി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നീയൊക്കെ മരിച്ചാൽ ജീവിക്കുന്ന സ്വർഗരാജ്യം, അതാണ് ഈ ഭൂമി. ഒരിക്കൽ കൂടി അധീന ഭാരതിക്ക് അഭിനന്ദനങ്ങൾ. ഇന്ത്യക്കാർ ഇനിയും മരിച്ചാൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്ന് തന്നെ മായും. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലങ്ങളേറെയായിട്ടും കുറെ കോയകൾ ഇപ്പോഴും പാകിസ്ഥാനികളുടെ മനസ്സുമായി ഇന്ത്യയിൽ തുടരുകയാണ്. ഇത്തരം കോയകളാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്. ജിഹാദി തീവ്രവാദികൾ ലോകത്തിന്റെ ശാപം. ഇവന്മാരെ ഒന്നും ഭാരതത്തിൽ താമസിക്കുവാൻ അനുവദിക്കരുത്. ഇതാണ് പൊതുവായുള്ള മേത്തന്മാരുടെ മനസ്സിലിരിപ്പ്. പോർക്കിസ്ഥാൻ ഇല്ലാതാവും എന്ന് ഈ കോയയ്ക്ക് പറഞ്ഞു കൊടുക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകളുടെ ബൈറ്റിന് താഴെ പാകിസ്ഥാൻ അനുകൂല കമന്റും ഇന്ത്യക്കാരെ കൊന്നൊടുക്കും എന്ന് ഭീഷണിയും മുഴക്കിയ മുഹമ്മദ് സനൂഫ് എന്ന തീവ്രവാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവനെതിരെ പരാതി നൽകി ഫോളോ അപ്പ് ചെയ്ത അധീന ഭാരതിക്ക് അഭിനന്ദനങ്ങൾ. ഇവൻ അന്ന് ഇട്ട കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോ കാണിച്ചല്ലോ, അത് തന്നെയാണ്. എന്തിനാ അറസ്റ്റ് ചെയ്ത് നമ്മുടെ പണം വേസ്റ്റ് ആക്കുന്നേ? ആ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് വിട്ടാൽ പോരെ. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ജിഹാദി പുറം ലോകം കാണരുത്. ഈ നാറികളെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കണം. അവന്റെ മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്യം. 2 ദിവസം കഴിഞ്ഞാൽ ഇവൻ പുറത്തിറങ്ങി ഇതേ രീതിയിൽ വീണ്ടും പ്രവർത്തിക്കുന്നത് കാണാം.
നമ്മുടെ രാജ്യത്തെ നിയമമല്ലേ? ഒരു കാര്യവുമില്ല. കോഴിക്കോടുള്ള ഒരു യുവാവിന്റെ ആത്മഹത്യക്ക് കാരണമായവൾ ഇപ്പോൾ പുറത്തിറങ്ങി വീണ്ടും പഴയ പോലെ ആർമാദിച്ച് ലൈഫ് അടിച്ചു പൊളിക്കുന്നുണ്ട്. ഷിംജിതയുടെ കാര്യമാണ്. മുലയുരച്ച് ദീപക് എന്ന ഒരു യുവാവിനെ കൊന്നിട്ടൊരു കൂസലും ഇല്ലാതെ വീണ്ടും അവൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തെ കൊണച്ച നിയമം കാരണം ആ മോദിയൊക്കെ മാറ്റി യോഗിയെ കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞു. ഇവനെ രാജ്യദ്രോഹിയായി കണ്ട് ശിക്ഷ കൊടുക്കണം. അവനെ ജയിലിലിട്ടാൽ മാത്രം പോരാ, പച്ചവെള്ളം കൊടുക്കരുത്. ഇവന് ജീവൻ നിലനിർത്താൻ മാത്രം കൊടുക്കുക. ഈ പന്ന ചെക്കൻ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ പോയി ജീവിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ അതാണ് പറയുന്നത്, ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വം അവകാശപ്പെടാനുള്ള സാധനമല്ലെന്ന്. ഉദാഹരണം, ഇപ്പോൾ കണ്ടില്ലേ, ഈ പറയുന്ന കള്ളനായിന്റെ മോന്റെ കയ്യിലുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട്. അതെ, ഞാൻ ഇതുപോലെ ഒരു ജിഹാദിക്ക് മറുപടി കൊടുത്തപ്പോൾ ജിഹാദി പറയുകയാണ്, അല്പസമയം കിട്ടിയാൽ നിനക്കൊന്നും കുനിഞ്ഞു നൂരാൻ സമയം ഞങ്ങൾ തരില്ല, നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന്. ഞാൻ അവനോട് ചോദിച്ചു, ഞങ്ങളെ കൊന്നിട്ട് നീ എങ്ങോട്ട് പോകും? നീയും ഒരിക്കൽ എവിടെയെങ്കിലും വീഴും. അപ്പോൾ ഓരോ ജിഹാദിയുടെയും ആശയങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഈ കേസ് NIA-ക്ക് വിടണം. കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതിയെ വെറുതെ വിട. അതായത് ഇതേ മൈൻഡ് സെറ്റുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ ഇവർക്കിടയിൽ ഉണ്ട് എന്ന് നമുക്കിനി ആ വാർത്തയെ നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച രാമചന്ദ്രന്റെ മകളുടെ വീഡിയോയ്ക്ക് താഴെ വിവാദ കമന്റിട്ട യുവാവ് അറസ്റ്റിൽ. എറണാകുളം നൂറത്ത് പറവൂർ സ്വദേശിയായ മുഹമ്മദ് സനൂഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്തിയ ഇയാളെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യക്കാർ ഇനിയും മരിക്കും എന്ന തരത്തിൽ പാകിസ്ഥാൻ അനുകൂലവും രാജ്യവിരുദ്ധവുമായ കമന്റാണ് ഇയാൾ ഇട്ടത്. യുവമോർച്ച നേതാവ് അധീന ഭാരതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ച ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ഇന്ത്യൻ ന്യായ സംഹിതയിലെയും വിവര സാങ്കേതിക നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ അഭിമുഖ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യ വിരുദ്ധവും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതുമായ കമന്റുകളാണ് മുഹമ്മദ് സനൂഫ് പോസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള കമന്റുകളും ഇയാൾ ഇട്ടിരുന്നു. മുഹമ്മദ് സനൂഫിന്റെ അറസ്റ്റ് സംബന്ധിച്ച വിവരം പരാതിക്കാരനായ അധീന ഭാരതിയും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും അയാളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. വളരെ നല്ലത്, വളരെ വളരെ നല്ലത്. തീഹാർ ജയിലിൽ പോലും വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു നേരത്തെ ഭക്ഷണം പോലും നമ്മുടെ നികുതി പണത്തിൽ നിന്നും അവൻ കുടിക്കേണ്ടി വരരുത്. ഷൂട്ട് ആൻഡ് സൈറ്റ് തീർത്ത് കളയണം. അതേ ആശയമായിരിക്കണം ഒരുപക്ഷെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ. നിങ്ങൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. 1 ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ച് 10 ലക്ഷം ആളുകളെ കൊല്ലുന്നതല്ല ഭീകരത. 1 ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ച് 10 പേരെ കൊല്ലുന്ന ഭീകരതയെ കുറിച്ച് നിങ്ങൾ കണ്ടോ? അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. 140 കോടി ജനങ്ങളുടെയും മനസ്സിലേക്ക് ഭീതി ഇട്ടുകൊടുത്ത് ആ 29 പേരെ നീചമായി കൊന്നൊടുക്കി ഒരു രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കാൻ ഈ ഭീകരർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതിനവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ ദീർഘകാലത്തെ ഹോംവർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതാണ്. നല്ല രൂപത്തിൽ ഇവർക്ക് ക്ലസ്റ്ററുകൾ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവരെ ഭീതിപ്പെടുത്തേണ്ടത്? ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നു എന്നുള്ളതല്ല, 1000 ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളെ എങ്ങനെ കൊല്ലുന്നു എന്നത് പ്രധാനമാണ്. എന്താണ് ഡോക്ടർ അഫ്സൽ, എന്തു പറ്റി? ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്? എടാ, എന്താടാ എനിക്ക് പ്രശ്നം? അവന്റെ ചിത്രം എടുത്തു വെക്ക്. എന്താ എനിക്ക് പ്രശ്നം? എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിനക്കെന്തോ തോന്നിയോ? നിനക്കെന്തോ കുരു പൊട്ടിയോ? എന്താടാ പ്രശ്നം? തീവ്രവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിനക്കെന്താടാ പ്രശ്നം? തീവ്രവാദികൾ ആരാടാ? നിന്റെ വാപ്പാടെ 2ാം കെട്ടിലുള്ള മക്കളോ? ആണോ?
ഇതെന്റെ രാജ്യമാണ്, നീയൊക്കെ പൊയ്ക്കൊടാ പാകിസ്ഥാനിലേക്ക്, നിനക്കൊക്കെ അതാ നല്ലത്. തീവ്രവാദികളെ പറയുമ്പോൾ നിനക്കൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ പൊയ്ക്കൊടാ പാകിസ്ഥാനിലേക്ക്. PC പറഞ്ഞതുപോലെ ചെന്നിരിക്കടാ അവിടെ പോ. കൊള്ളാലോടാ നീയൊക്കെ. ഭീകരവാദികളെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും ഒക്കെ പറയുമ്പോ വല്ലാതെ നിനക്കൊക്കെ പൊള്ളുന്നുണ്ടല്ലോടാ. എന്നാ പിന്നെ നിന്റെ അനിയൻ സനോഫ് പോയിടത്തേക്ക് നിനക്കൊക്കെ അങ്ങ് പൊയ്ക്കൂടെ? ഭീകരവാദികൾ തമ്മിലുള്ള ചില ഭാഷാ ആശയവിനിമയങ്ങളൊക്കെ തന്നെ മലയാളത്തിലാണ് എന്നൊരു ശ്രുതി കിട്ടും. സത്യമാണെന്ന് നമുക്കറിയില്ല. കാരണം മലയാളം എന്ന ലാംഗ്വേജ് മദ്രസ പൊട്ടന് മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ ഒരു കമന്റ് മലയാളത്തിൽ എഴുതാൻ പോലും അറിയാത്തവൻ ആ ഭീകരനെ അവന്റെ ആരോ ആണെന്ന്, അവന്റെ ജ്യേഷ്ഠന്മാരാണെന്ന്, സ്വന്തം രാജ്യത്തെ 29 പേരെ കൊന്നിട്ട് അവനൊക്കെ വെള്ള പൂശാനും പൂമാലയിട്ട് സ്വീകരിക്കാനും ഈ പരനാറികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ നെഞ്ചിലും തലയിലും നിറയൊഴിക്കുകയാണ് വേണ്ടത്. ആ സനോഫ് എന്ന് പറയുന്നവനോട് തൽക്കാലം എല്ലാ സദാചാര മര്യാദകളും മാറ്റിവെച്ചിട്ട് അവന്റെ തന്തയ്ക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. കാരണം സ്വന്തം രാജ്യത്തെ 29 ആളുകളെ അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും മുന്നിൽ വെച്ച് ജാതി നോക്കി മതം നോക്കി അവരെ കൊന്നവനെ ന്യായീകരിക്കാൻ, കൊല്ലപ്പെട്ടവരോട് ശത്രുത വെച്ച് പുലർത്താൻ ഒരു യുവാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ യുവാവിനെ കൊണ്ടുപോയി നിർത്തേണ്ടത് ഇന്ത്യയുടെ അതിർത്തിയിലാണ്. അവന്റെ സഹോദരങ്ങൾ തന്നെ അവന്റെ നെഞ്ചിൽ തൊളയിടുന്ന സാഹചര്യം ഉണ്ടാകണം. അത് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആർമിക്കും അതുപോലെ സുരക്ഷാ ഏജൻസികൾക്കും ഒക്കെ അത് കണ്ടെത്താൻ ഇത്തിരി പ്രയാസമാണ് മലയാളം എന്ന ലാംഗ്വേജ്. ഒന്നാമത്തെ നമ്മുടെ ഭാഷയുടെ രീതി അതാണ്. നമ്മുടെ ഭാഷ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഭാഷാപരമായി ഉൾക്കൊള്ളാനും ആശയപരമായി ഉൾക്കൊള്ളാനും പ്രയാസമുള്ള ഒരു ഇന്ത്യൻ ഭാഷയാണ് മലയാളം. മലയാളം പഠിച്ചെടുക്കുകയും അത്ര എളുപ്പം. അപ്പം ഇവന്മാർ തമ്മിലുള്ള പല ആശയവിനിമയങ്ങളും തീവ്രവാദികൾ തമ്മിൽ ഇന്ത്യയിൽ പലയിടത്തും ആശയവിനിമയം നടത്തുന്നത് മലയാളത്തിലാണ് എന്ന് കരുതുന്നു. അതായത് ഇവിടെ മലയാളികളായ ആളുകൾ ഈ ഭീകരവാദികൾക്ക് സമ്പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നു, പലതിലും ഇടപെടുന്നു. ഇവിടെ കേരളത്തിൽ നിരവധി സാറ്റലൈറ്റ് ഫോണുകൾ പാകിസ്ഥാൻ തീവ്രവാദ ഏജൻസിയുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് ഫോണുകൾ മലപ്പുറത്ത്. ഇത് നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിക്കാനുള്ള രാജ്യം, ഈ രാജ്യത്തെ സേവിക്കുന്നവർക്ക് ജീവിക്കാനുള്ള രാജ്യം, ഒറ്റുകൊടുക്കുന്ന ചേറ്റകൾക്ക് ജീവിക്കാനുള്ള രാജ്യമല്ല, ഒറ്റുകൊടുക്കുന്ന ചേറ്റകൾക്ക് കബറൊരുക്കുന്ന രാജ്യം. അതുകൊണ്ടാണ് പാകിസ്ഥാനോട് പറഞ്ഞത് കുഴിവെട്ടാൻ തയ്യാറായിക്കോളൂ എന്ന്. കുഴിവെട്ടാൻ തയ്യാറാകണം. അവർക്ക് ഇനി അതേ ഉള്ളൂ മാർഗം. എവിടെയും പോയി ഒളിക്കാൻ പറ്റില്ല. എവിടെ പോയി ഒളിക്കും? ഇനി പിന്നോട്ട് മാറാൻ നിങ്ങൾക്ക് ഇടമില്ല എന്ന് ഈ രാജ്യം അവരോട് തുറന്നു പറയുകയാണ്. നമ്മുടെ